പ്രേമ ടീച്ചറോടും ദിശ ആയുർവേദയോടും ടാറ്റ പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്നും ഇറങ്ങി. ദിശയുടെ വീടിന് മുമ്പിൽ തന്നെയാണ് കൈക്കമ്പ ബസ് സ്റ്റോപ്പ്. പുതിയ നാഷണൽ ഹൈവേയുടെ വരവോടുകൂടി വളരെ ഗ്രാമീണതയുണ്ടായിരുന്ന ബസ് സ്റ്റോപ്പിന്റെ സ്ഥിതി ഇപ്പോൾ ഇങ്ങനെയായി. വളരെ പെട്ടെന്ന് തന്നെ മാംഗ്ലൂർ ബസ് ഞങ്ങളെ തേടിയെത്തി. തൊട്ടടുത്തിരിക്കുന്ന തമ്പുരാനെ പോലെ തോന്നിക്കുന്ന ആളെ കണ്ട് ഞങ്ങൾ സൂക്ഷിച്ചു നോക്കി. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പ്രത്യേക തരം സ്വർണവള. സാധാരണ ആളുകളുടെ കയ്യിൽ കാണാത്ത ഒരു വളയായി തോന്നി. ഒട്ടും അമാന്തിക്കാതെ തന്നെ ഞാൻ ആ വള ഷൂട്ട് ചെയ്തു. മാത്രമല്ല അദ്ദേഹത്തെ കേറിയങ്ങ് പരിചയപ്പെടുകയും ചെയ്തു. കുമ്പള നായിക്കാപ്പ് ചിരൂമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഇളയ ചെട്ടിയാർ ആണ്. പേര് മുദ്ദു ചെട്ടിയാർ. വർത്തമാനം പറഞ്ഞു ദിശയും അദ്ദേഹവും കുടുംബക്കാരാകുമോ എന്ന പേടിയിലായിരുന്നു ഞാൻ. എന്തായാലും അദ്ദേഹത്തെ കാണാൻ ചിത്രം എന്ന സിനിമയിലെ നായിക രഞ്ജിനിയുടെ അച്ഛനായി അഭിനയിച്ച ആളെ പോലെ തോന്നി. അപ്പോഴേക്കും ഞങ്ങൾ കേരള ബോർഡർ കടന്ന് മംഗലാപുരത്തേക്കെത്തി. കണ്ടക്ടർ തകൃതിയായി പൈസ എണ്ണിക്കൊണ്ടിരിക്കുന്നു. മംഗലാപുരം ടൗണിലൂടെ ഞാനും ദിശയും നടന്നു തുടങ്ങി. രാവിലെ മംഗലാപുരത്തെത്തിയ ഞങ്ങൾ വീട്ടിലെത്താൻ രാത്രിയേറെ വൈകിയിരുന്നു. ക്ഷീണിതനായ എന്റെ നടുപ്പുറത്ത് കയറി കുട്ടികൾ നൃത്തം വയ്ക്കുന്നുണ്ടായിരുന്നു. സ്വന്തം കിടാങ്ങളായി പോയില്ലേ, സഹിക്കാതെ എന്തു ചെയ്യും. കളിച്ച് അവസാനം തേജയുടെ കരച്ചിലിൽ ആ രാത്രി അവസാനിച്ചു.